ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മറ്റുള്ളവരെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് വാക്കുകളാണ്. ഒരാൾ ഒരു നല്ല കാര്യം ചെയ്താൽ അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഒരു അച്ചീവ്മെൻ്റ് ഉണ്ടായാൽ അയാളോട് പറയാൻ പറ്റിയ കുറേ വാക്കുകൾ ഇംഗ്ലീഷിലുണ്ട്. പക്ഷെ നമ്മളതൊന്നും യൂസ് ചെയ്യാറില്ല. ഉദാഹരണത്തിന് ഒരു കുട്ടി ഒരു എക്സാം പാസ്സായി, ഞാൻ ഇന്ന എക്സാം ഇത്ര മാർക്കോടെ പാസ്സായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് എന്താ പറയുക, വെരി ഗുഡ്, അല്ലെങ്കിൽ കൺഗ്രാജുലേഷൻസ്, കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ നമ്മുടെ കയ്യിലുള്ള വാക്കുകൾ. ഇതുപോലെ സിമ്പിളായിട്ടുള്ള കുറേ വാക്കുകളും കൂടി ഉണ്ട് ഇംഗ്ലീഷിൽ. നമുക്ക് അതും കൂടി അങ്ങ് പഠിച്ചേക്കാം. അപ്പം എല്ലാവരും റെഡിയല്ലേ? എക്സലൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്ട്രീംലി ഗുഡ്, അതായത് ഉത്തമം എന്നുള്ള അർത്ഥമാണ്. ഔട്ട്സ്റ്റാൻഡിങ്, എക്സെപ്ഷണലി ഗുഡ്, അത്യുത്തമം. അമേസിങ്, കോസിങ് ഗ്രേറ്റ് സർപ്രൈസ് ഓർ വണ്ടർ, അത്ഭുതകരം എന്ന് നമ്മൾ പറയില്ലേ, ഭയങ്കര അത്ഭുതമായിരിക്കണു, അങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് അമേസിങ് എന്നുള്ളത് യൂസ് ചെയ്യുക. ബ്രില്യൻറ്റ്, വെരി ക്ലവർ ഓർ ടാലൻറ്റഡ്, മിടുക്കൻ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ബ്രില്യൻറ്റ് എന്ന് യൂസ് ചെയ്യുന്നത്. ഫാന്റാസ്റ്റിക്, എക്സ്ട്രാ ഓർഡിനറി, എസ്പെഷ്യലി ഇൻ എ പോസിറ്റീവ് വേ, അതായത് സാധാരണ ഒന്നും അല്ലത്, അതിശയകരാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഫാന്റാസ്റ്റിക് എന്നുള്ളത് യൂസ് ചെയ്യുന്നത്. വെൽ ഡൺ, നന്നായിട്ട് ചെയ്തു എന്നുള്ള അർത്ഥത്തിലാണ്. യൂസ്ഡ് ടു പ്രൈസ് സംവൺ ഫോർ എ ടാസ്ക്, അതായത് എന്തെങ്കിലും ഒരു ടാസ്ക് ചെയ്തു, നീ നന്നായിട്ട് ഇത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വെൽ ഡൺ എന്ന് യൂസ് ചെയ്യുന്നത്. ഗ്രേറ്റ് ജോബ്, പ്രൈസ് ഫോർ ഗുഡ് വർക്ക്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു, നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്തു, നീ നന്നായി ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഗ്രേറ്റ് ജോബ് എന്നുള്ളതും യൂസ് ചെയ്യുന്നത്. കീപ് ഇറ്റ് അപ്പ്, എൻകറേജ്മെന്റ് ടു കണ്ടിന്യൂ ദി ഗുഡ് വർക്ക്, അതായത് ഒരു തവണ ഒരു നല്ല കാര്യം ചെയ്തു, നീ ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യണേ, ഇതുപോലെ തന്നെ ഇനിയും ചെയ്യണേ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കീപ് ഇറ്റ് അപ്പ് എന്ന് യൂസ് ചെയ്യുന്നത്. യു നെയിൽഡ് ഇറ്റ്, യു ഡിഡ് ഇറ്റ് പെർഫെക്റ്റ്ലി, നിങ്ങളത് നന്നായി ചെയ്തിരിക്കുന്നു, നിങ്ങളത് നേടിയിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് യു നെയിൽഡ് ഇറ്റ് എന്ന് പറയുന്നത്. ഇംപ്രസീവ്, അഡ്മിറേഷൻ ഫോർ സംവൺസ് എഫേർട്ട് ഓർ സ്കിൽ, വളരെ നന്നായിരിക്കുന്നു എന്നുള്ള അർത്ഥം തന്നെയാണ് മറ്റൊരാളുടെ എഫേർട്ടിനെ അല്ലെങ്കിൽ സ്കില്ലിനെ പ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്, ഇംപ്രസീവ്. പ്രൗഡ് ഓഫ് യു, ഷോയിങ് പ്രൈഡ് ഇൻ സംവൺസ് അച്ചീവ്മെന്റ്സ്, അതായത് നീ ഇത് ചെയ്തല്ലോ, ഞാൻ നിന്നെ ഓർത്ത് അഭിമാനിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പ്രൗഡ് ഓഫ് യു എന്ന് പറയുന്നത്. വേ ടു ഗോ, ഗ്രേറ്റ് ജോബ്, കീപ് ഗോയിങ്, അതായത് നന്നായിട്ട് നീ ചെയ്തിട്ടുണ്ട്, ഇതുപോലെ തന്നെ തുടരൂ. വേ ടു ഗോ. യു ആർ ഡൂയിങ് ഗ്രേറ്റ്, എൻകറേജ്മെന്റ് ഫോർ കണ്ടിന്യൂഡ് എഫേർട്ട്, അതായത് തുടർച്ചയായിട്ടുള്ള എഫേർട്ടിനെ പ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യു ആർ ഡൂയിങ് ഗ്രേറ്റ് എന്ന് പറയുന്നത്, നീ ചെയ്യുന്നത് നല്ല കാര്യമാണ്. സൂപ്പർബ്, എക്സ്ട്രീംലി ഗുഡ് ഓർ ഇംപ്രസീവ്, വളരെ മികച്ചത്. യു ആർ ഓൺ ദി റൈറ്റ് ട്രാക്ക്, യു ആർ ഡൂയിങ് ദി കറക്റ്റ് തിങ്, നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല കാര്യമാണ്, അതായത് നീ ശരിയായ വഴിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ദാറ്റ്സ് ദ സ്പിരിറ്റ്, നമ്മൾ മലയാളത്തിൽ പറയാറില്ലേ അതാണ് എന്ന് പറയാറില്ലേ, ആ സാധനം തന്നെയാണിത്. നല്ല മനോഭാവം എന്നുള്ള മീനിങ്ങിലാണ് വരുന്നത്. അഡ്മിറേഷൻ ഫോർ സംവൺസ് ആറ്റിറ്റ്യൂഡ് ഓർ എന്തൂസിയാസം, മറ്റൊരാളുടെ ആറ്റിറ്റ്യൂഡിനെ പ്രൈസ് ചെയ്യുന്ന രീതിയിലാണ് ദാറ്റ്സ് ദ സ്പിരിറ്റ് എന്ന് പറയുന്നത്. യു ഹാവ് ഇംപ്രൂവ്ഡ് എ ലോട്ട്, പ്രൈസ് ഫോർ പ്രോഗ്രസ്, അതായത് നിനക്ക് നല്ല പുരോഗതിയുണ്ട്, നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, പക്ഷേ നീ ഇപ്പോൾ നന്നായിട്ട് പുരോഗമിച്ചിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് യു ഹാവ് ഇംപ്രൂവ്ഡ് എ ലോട്ട് എന്ന് പറയുന്നത്. ടെറിഫിക്, വെരി ഗുഡ് ഓർ എക്സലൻറ്റ്, വളരെ നല്ലത് എന്നുള്ള മീനിങ് തന്നെയാണ് വരുന്നത്. യു ആർ ഗെറ്റിംഗ് ബെറ്റർ എവറി ഡേ, പ്രൈസ് ഫോർ കൺസിസ്റ്റന്റ് ഇംപ്രൂവ്മെന്റ്, അതായത് ഓരോ ദിവസവും നീ മികച്ചതായിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഓരോ ദിവസവും നിന്റെ വർക്കിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ട്, നിനക്ക് ഇംപ്രൂവ്മെന്റ് ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് യു ആർ ഗെറ്റിംഗ് ബെറ്റർ എവറി ഡേ. ഡോണ്ട് ഗിവ് അപ്പ്, എൻകറേജ്മെന്റ് ടു കീപ് ഗോയിങ്, അതായത് നീ നന്നായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഈ ശ്രമം തുടരുക.
ഡോണ്ട് ഗിവ് അപ്പ്, ഉപേക്ഷിക്കരുത്. നൈസ് എഫേർട്ട്, പ്രേസ് ഫോർ ട്രൈങ്. അതായത് ഒരാൾ എന്തെങ്കിലും കാര്യം ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ഉദ്യമം, ആ ശ്രമം വളരെ നന്നായിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നൈസ് എഫേർട്ട് എന്ന് പറയുന്നത്. കീപ് ഗോയിങ്, മോട്ടിവേഷൻ ടു കണ്ടിന്യൂ. തുടർന്ന് പോകാൻ വേണ്ടിയിട്ട് അയാൾക്കൊരു പ്രചോദനം കൊടുക്കുക, ഇങ്ങനെ തന്നെ തുടരുക എന്ന് പറഞ്ഞിട്ട്. ഇതിനാണ് കീപ് ഗോയിങ് എന്ന് പറയുന്നത്. യു ഇൻസ്പയർ മീ, പ്രേസ് ഫോർ ബീങ് എ റോൾ മോഡൽ. അതായത് നീ ഒരു നല്ല കാര്യം ചെയ്തോ, നിന്നെപ്പോലെ ചെയ്തിരുന്നെങ്കിൽ എന്നൊക്കെ നമുക്ക് തോന്നില്ലേ, അതിന് നീ എനിക്കൊരു പ്രചോദനമായി എന്ന് പറയുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് യു ഇൻസ്പയർ മീ എന്ന് പറയുന്നത്. നീ എനിക്കൊരു പ്രചോദനമാണ്, ഒരു റോൾ മോഡലാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് യു ഇൻസ്പയർ മീ എന്ന് പറയുന്നത്. കണ്ടോ, ഒരാൾ പൊക്കി പറയാൻ ഇത്രയും വാക്കുകളൊക്കെ ഇംഗ്ലീഷിലുണ്ട്. അപ്പോൾ ഇനി വെരി ഗുഡും അതുപോലെ തന്നെ കൺഗ്രാറ്റ്സ് ഒന്നും പറഞ്ഞു ഒതുക്കണ്ട, ഇതൊന്ന് ഏതെങ്കിലുമൊക്കെ ഇട്ട് കാഴ്ചയ്ക്ക്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്